ചെന്നൈ ടു മുംബൈ ടു നേരൽ നിന്നും നേരെ ഷെയർ ടാക്സി പിടിച്ച് മാത്തേരൻ എൻട്രി പോയിൻ്റ് വരെ. അവിടെ നിന്നും എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ഞാൻ എൻ്റെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ദിവസം, അതായത് ഫ്രൈഡേ, നമ്മൾ മാത്തേരൻ ചുറ്റിക്കറങ്ങാൻ പോവുകയാണ്. ഇത്രയും വലിയ ബാഗിൻ്റെ ആവശ്യമില്ല ചുറ്റിക്കറങ്ങാൻ. എനിക്ക് വാക്കിംഗ് സ്റ്റിക്കും വാട്ടർ ബോട്ടിൽ, പിന്നെ നമ്മളുടെ ട്രൈപോഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാനാണ്. പക്ഷെ എൻ്റെ അടുത്ത് ചെറിയ ബാഗില്ല. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന ബാഗിലത്തെ സാധനങ്ങളൊക്കെ കട്ടുമിലേക്ക് വെച്ചിട്ട് ഇത് റെഡിയാക്കിയതാണ്. അപ്പോൾ പോയി നോക്കാം എന്തൊക്കെയാവുന്നു. ഓക്കെ, ബൈ. ഇങ്ങനെ നമ്മളിപ്പോൾ ആദ്യം മാത്തേരം മാർക്കറ്റ് പോവും. അവിടെ നിന്ന് എന്താ നോക്കിയിട്ട് പിന്നെ പോവാം. ഓക്കെ, നല്ല സ്ഥലമാണ് കേട്ടോ. അമാൻ ലോഡ്ജ് ഇറങ്ങി വരുന്ന വഴിക്ക് ഭയങ്കര കോടയായിരുന്നില്ലേ? ഇപ്പോൾ അതൊക്കെ മാറിയിട്ടോ. ഇപ്പോൾ കുറച്ച് മഴ വരും തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. എന്തായാലും നടന്നു നോക്കാം. ഇതുണ്ട് ടോയ് ട്രെയിന്. രാവിലെ 8:20 എടുക്കുന്ന ട്രെയിനാണത്. അമാൻ ലോഡ്ജ് ടു മാത്തേരൻ. ഞാനിന്നാൽ ലഗേജും കൊണ്ട് വരണ്ട വെച്ചിട്ടാ, സ്ഥലം അറിയാത്തതുകൊണ്ട്. നാളെ നമ്മൾ ഫ്രീ ആയിട്ട് ടോയ് ട്രെയിനിൽ വരാം. ഓക്കേ. ഈ വ്ളോഗിൻ്റെ ആദ്യാവസാനം വരെയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എൻ്റെ ശ്വാസോച്ഛ്വാസവും കുതിരക്കുളമ്പടികളും പിന്നെ കുറേ ചീവീടുകളുടെ സൗണ്ടും മാത്രമായിട്ട് ഉണ്ടായിരിക്കും. ഇത് സത്യം പറഞ്ഞാൽ ആരോടും വഴി ചോദിക്കാൻ വയ്യ. ചോദിച്ചു കഴിഞ്ഞാൽ കുതിര വേണോ റിക്ഷ വേണോ എന്നൊക്കെ ചോദിച്ചു ബുദ്ധിമുട്ടും. അതുകൊണ്ട് അങ്ങോട്ട് നടക്കുന്നു. ഇത് മാത്തേരത്തൊരു സ്കൂളാണ്. ഇവിടെ നൈറ്റിൽ വന്നിട്ട് വീഡിയോ എടുക്കണ്ടേ. നൈറ്റ് ലൈഫ് സൂപ്പറാണ്. എന്തായാലും റിക്ഷയും കൊണ്ട് പിന്നാലെ നടന്നിട്ട് കയറാൻ പറഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും? കണ്ടോ, നമ്മളും വഴിയും മാത്രം. നോക്കാം. ഇത്ര വേണ്ടാന്ന് പറഞ്ഞാലും 2-3 ആളെ കൂട്ടി വരികയെന്ന് ഭീഷണിപ്പെടുത്താൻ. ഞാൻ പിന്നെ നമ്മുടെ ഓംപുരിയെ മനസ്സിലങ്ങോട്ട് ധ്യാനിച്ച് 2 വാക്ക് ഹിന്ദി അങ്ങോട്ട് പറഞ്ഞു പോയിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ എക്കോ പോയിൻറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്ലിപ്പറി റോഡാണ്, മഴ ഉള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ അവിടെയൊക്കെ പിള്ളേർ ഭയങ്കര സംഭവമാണ്. എൻ്റെ ബാക്കിൽ 2 കുതിരകൾ വരുന്നുണ്ട്, കാണിച്ചു തരാം. കണ്ട സംഭവം സൂപ്പറായിട്ട് വരുന്നില്ലേ? നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എക്കോ പോയിൻ്റ്, ഹണിമൂൺ പോയിൻ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതാ ഇവിടെ ഒരു ചാർലോട്ട് ലേക്ക് ഉണ്ട്, കണ്ടോ അവിടെ എഴുതി വെച്ചിരിക്കണത്. എന്നാൽ പിന്നെ അത് ലേക്കിലേക്ക് പോയിട്ടാവാൻ തോന്നുന്നു. അവിടെ കുറേ പോയിൻ്റുകളുണ്ട്, അവിടെ പോയിട്ട് വരാം. അവിടെ വഴി കുറച്ച് പ്രശ്നമാണ് കേട്ടോ, കുറച്ച് കുണ്ടും കൂടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് കാരണം കണ്ടോ, അതുകൊണ്ട് തൽക്കാലം ഞാൻ വീഡിയോ ഓഫാക്കട്ടെ, നടക്കണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഓക്കെ, നടന്ന് വന്നപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എക്കോ പോയിൻ്റ് 1.1 കിലോമീറ്റർ, പിന്നെ സെലിയ പോയിൻ്റ് 1 കിലോമീറ്റർ, ചാർലറ്റ് ലേക്ക് 1 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും ഇതാണോ വഴി? ആക്ച്വലി സോളോ ട്രിപ്പ് പോകുന്നവരൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ ഫ്രണ്ട്സിനായിട്ട് വരുന്നതാണ് അധികം. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതുവരെ നോക്കിയിട്ട് ഒറ്റയ്ക്ക്. പക്ഷേ എനിക്ക് മിസ് ചെയ്യണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ ഹാപ്പി ആവുമായിരുന്നു. പക്ഷേ ഞാനിപ്പോഴും ഹാപ്പിയാണ്. എക്കോ പോയിൻ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോകേണ്ട ലേക്ക് ഇതാ ഇങ്ങോട്ടാണ്. അയ്യോ, കല്ലും മണ്ണും കട്ടൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ പിന്നെയുണ്ട്. നോക്കട്ടെ. കണ്ടോ, ഇങ്ങനെ ഇറങ്ങിപ്പോണം. അപ്പം ശരി, കണ്ടോ എൻ്റെ പിന്നിലൊരു
ഫാമിലി മൊത്തം വരുന്നുണ്ട്. ഈ റോഡ് മഹാമോശം കേട്ടോ. മഹാമോശം എന്ന് പറഞ്ഞാൽ മഹാമോശം. ഇത്രയും കല്ലിക്കൂടൊക്കെ കുതിരകൾ എന്ത് സ്പീഡിൽ പോയി എന്നറിയോ? കണ്ടോ പോണത്? കണ്ടോ, നമ്മളങ്ങനെ ഇറങ്ങി പോകണം. ഇനി കഥ പറഞ്ഞാൽ ശരിയാവില്ല, അവിടെ എത്തിയിട്ട് കാണാം. അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ഇതാണ് ലേക്ക്. കണ്ടോ, കാണിച്ചിടാം. ലേക്കിൻ്റെ ബാക്കി കാണിച്ചിടാം. കണ്ടോ, നമ്മളത് കാരണം കണ്ടോ, ഇത്ര കഷ്ടപ്പെട്ടിട്ട് വന്നതാ അറിയോ? നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. പക്ഷെ ഇതിൻ്റെ ഭംഗിയുണ്ടോ? ഇത് രസമല്ലേ, നല്ല മഴക്കാറുണ്ട്. ലേക്കിൻ്റെ മുന്നിൽ തന്നെയുള്ള ഒരു സീറ്റിലിരുന്ന് കുറേ നേരമായിട്ട് നടക്കല്ലേ. മഴയും കൂടെ പെയ്ത് എന്തൊരു രസമാവും അറിയോ കാണാൻ. പക്ഷെ മഴ പെയ്ത് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാവും, അതാണ്. അവിടെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേറെ കുറേ പോയിൻ്റ് ഉണ്ടല്ലോ, ലേക്കിക്ക് വരണ്ട, ബാക്കിയുള്ള പോയിന്റിലേക്കൊക്കെ പോയാലോ എന്നിങ്ങനെ വിചാരിച്ചു. പിന്നെ അല്ല, പോയി നോക്കാം എന്ന് വിചാരിച്ച് പതുക്കെ നടന്നു വന്നതാണ്. കുറേ ഉണ്ട്, ഇതൊന്നും ഫോണിലൊന്നും കിട്ടില്ല. ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് എൻജോയ് ചെയ്യട്ടെ കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുവന്നതാണ് ലോഡ് പോയിന്റ്. നല്ല രസമല്ലേ കാണാൻ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മൊത്തം ഒരു വഴുക്കലും പിടിക്കലൊക്കെ ആയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ശരിക്കും അത് കാണാത്തത്. ഇതുണ്ടോ, നമ്മുടെ വഴികൾ കണ്ടോ? ഇവിടെ ഫുള്ള് ഈ ലേക്കിൻ്റെ അവിടേക്ക് വന്ന ആൾക്കാരെ കൊണ്ടുള്ള കുതിരകളാണിത്. നമുക്കിങ്ങനെ ഇനി കയറി ലൂസിയ പോയിന്റിൽ പോകാം. ഓക്കെ, നടന്നിട്ടും എത്തുന്നില്ല. ആ പോണ ഫാമിലി, പിന്നെ ഞാൻ ഇത്ര നേരം കുറച്ച് ഗേൾസിൻ്റെ കൂടെ നടന്നതൊക്കെ മലയാളീസാണ്. ഈ വഴി പിന്നെയും കുഴപ്പമില്ല കേട്ടോ, ഞാൻ നേരത്തെ കയറി വന്ന വഴിയുണ്ടല്ലോ. അയ്യോ, ഇനി മുന്നോട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ട്രക്കിംഗ് സ്റ്റിക്ക് ഒരു സംഭവം. മൂന്നാമത്തെ കാൽ ഇതുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം വീഡിയോ എടുക്കുമ്പോൾ കോൺസെൻട്രേഷൻ പോവും. അപ്പം നടന്നിട്ട് കാണാം. കിങ് ജോർജ് പോയിൻ്റ് അങ്ങോട്ട് 200 മീറ്റർ, എക്കോ പോയിൻ്റ്, പിന്നെ കിങ് എഡ്വേർഡ് പോയിൻ്റ് ഇങ്ങോട്ട് 1/2 കിലോമീറ്റർ. അപ്പം നമുക്കാദ്യം അങ്ങോട്ടൊരു സ്ഥലമല്ലേ ഉള്ളൂ. അപ്പം നമുക്കാദ്യം കിങ് ജോർജ് പോയിൻ്റ് കാണാം. കണ്ട് തിരിച്ച് വന്ന് ഇപ്പുറത്ത് കാണാം. ഇതാണ് കിങ് ജോർജ് പോയിൻ്റ്. ഇത് രസമല്ലേ കാണാൻ?
കണ്ടോ, ഞാൻ വെയിലും കൊണ്ട് അവിഞ്ഞൊരു പരിപാടി മൊത്തം ഒരു. പക്ഷേ എന്ത് രസമല്ലേ, വെയിലുണ്ട് ഭയങ്കര. കണ്ടോ, ഇതാണ് കിങ് ജോർജ് പോയിന്റ്. കിങ് ജോർജ് പോയിൻ്റിൻ്റെ അവിടെ ഒരു കോണിൻ്റെ കടയൊക്കെ ഉണ്ട്. ഇനി അവിടെ നിന്നാണ് നേരെ പോണ എക്കോ പോയിന്റ്. കിങ് ജോർജ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് മൂളിക്ക് നടന്നാൽ എക്കോ പോയിൻ്റ് എന്നാണ് പറയണത്. പോയേക്കാം. അവസാനം ആദ്യം എത്തേണ്ട പോയിന്റിൽ എത്തി. എക്കോ പോയിന്റ് കാണിച്ചത്. അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ 10 രൂപ കൊടുത്ത പിക്ചർ എടുക്കേണ്ടി വന്ന സ്ഥലങ്ങളുണ്ട്. ഞാനും 2 എടുത്തു. ഇടയ്ക്ക് ടെൻഷനായി, വേറൊന്നുമില്ല. നല്ലതായിട്ട് വഴുക്കുണ്ട്. മഴ പെയ്തിട്ട് അങ്ങനെ ചളി കിടക്കല്ലേ, നമ്മൾ എത്ര നല്ല ഷൂട്ട് ഇട്ടാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ 20 രൂപ കൊടുത്തിട്ട് ഫോട്ടോ എടുത്തു. അവർക്കും ഒരു വരുമാന മാർഗ്ഗമൊക്കെ ആണല്ലോ. അങ്ങനെ ഇനി നമ്മൾ എക്കോ പോയിൻ്റിൽ നിന്ന് പോവുകയാണ്. എങ്ങടാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇവിടെ നല്ലൊരു വഴി കണ്ടു. ഇത് കണ്ടോ, കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ നടന്ന് നല്ല വഴിയുണ്ട്. അപ്പോൾ എങ്ങടാ വെച്ചാലും അങ്ങോട്ട് പോവുക. ഓക്കെ, കണ്ടോ, കല്ല് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കൂടെ വലട്ട് കെട്ടിയിരിക്കുക. ഇടയിൽ 2 ആൾക്കാർ പിടിച്ച് ഹെൽപ്പ് ചെയ്തു കേട്ടോ, ഒരു ചെറിയ കുണ്ടിന്ന് കയറാൻ. പിന്നെ നിറച്ച് മലയാളികളുള്ളതുകൊണ്ട് നമ്മുടെ ആൾക്കാർ തന്നെ. നടന്ന് വയ്യാണ്ടായി. ഒരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാൻ വെച്ച് കയറിയതാണ്. വയ്യ, നല്ല കാലാവസ്ഥ. പക്ഷെ ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്. ഒരു മഴച്ചാറ്റിലൊക്കെ ഉണ്ട്. സൂപ്പറാണ്. ചുറ്റും കാടുകളും മാത്രം, ഫുൾ കാടുകൾ. അതിൻ്റെ നടുവ് കൂടെ കുറച്ച് സ്ഥലം നമുക്ക് നടക്കാൻ. പക്ഷേ ക്ഷീണിച്ചു. ഇത് കണ്ട് എൻ്റെ പിന്നിൽ പോണത്. ഇവിടെ ഇങ്ങനെ ലേഡീസും ജെൻസും ഒക്കെ നമ്മുടെ പെട്ടി സാധനങ്ങളൊക്കെ ഇത് വെച്ചിട്ട് അമ്മാൻ ലോഡ്ജ് തൊട്ടിട്ട് മാത്തേരൻ മാർക്കറ്റ് വരെ ഉണ്ടാക്കി തരും. എന്തായാലും സമയം മാത്തേരനിൽ 5:45. ഇത് കണ്ടോ, വൈകുന്നേരം 5:45 ഈ കാണുന്നത്. ഗുഡ് മോർണിംഗ്. ഇന്ന് മാത്തേരനിലത്തെ 2ാമത്തെ ദിവസമാണ്. ഇന്ന് ടോയ് ട്രെയിന് കയറണം, പോസ്റ്റ് ഓഫീസിൽ പോകണം. രാവിലെ നമ്മൾ എണീച്ചിട്ട് അമാൻ ലോഡ്ജിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റെയിലിൻ്റെ അത് കൂടെ തന്നെ നടക്കാമെന്ന് വെച്ചു. അതാണ് ഈസി റൂട്ട്. മറ്റേത് അവിടെ ഒരു റോഡുണ്ട്, പക്ഷേങ്കിൽ അത് കുറച്ച് വളഞ്ഞ വഴിയാണ്. ഇപ്പം നമ്മൾ നേരെ പോകാമെന്ന് വിചാരിച്ചു. നല്ല രസം കിട്ടും നടക്കാൻ. ഇതാ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു സൂപ്പർ കാഴ്ച ഉണ്ട്. കാണിച്ചേ, ഇതാ ഉണ്ടോ, എന്ത് രസമറിയോ കാണാൻ. ഇന്നലെ ഞാനിത് കൂടെ ഒക്കെ നടന്നു വന്നതാണ്. പക്ഷേ ഇവിടെ മൊത്തം കോട ഇറങ്ങിയോണ്ട് ഇന്നലെ ഇപ്പുറത്ത് ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം ഉണ്ടെന്നേ അറിഞ്ഞിരുന്നില്ല. ഇതുണ്ട് നമ്മൾ നടക്കുന്ന സ്ഥലം. നല്ല തണുപ്പുണ്ട്, നല്ല രസമായിട്ടാണ് ഒറ്റയ്ക്ക് നടക്കാൻ. എനിക്ക് വെള്ളച്ചാട്ടങ്ങൾ മൊബൈലിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വെള്ളച്ചാട്ടമൊക്കെ കണ്ടു, എന്തൊരു രസം അറിയോ. നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേൻ്റെ സൈഡിൽ കൂടെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ പോയി കഴിഞ്ഞാലാണ് ഈ സംഭവം എന്നൊക്കെ തോന്നുന്നത്. നമ്മളറിയാത്തൊരു സ്ഥലത്ത് രാവിലെ എണീച്ചിങ്ങനെ നടക്കുക. ആദ്യം ഞാൻ വിചാരിച്ചു ഇത്ര നേരത്തെ ടോയ് ട്രെയിനിൻ്റെ അവിടെ പോകണമെന്ന്. പക്ഷെ അവർ പറഞ്ഞു സാറ്റർഡേ സൺഡേ നല്ല തിരക്കായിരിക്കും, അപ്പോൾ അത് കാരണം നേരത്തെ പോയി നിൽക്കണം. ഓക്കെ, ഇത്ര ദൂരം വന്നില്ലേ, അപ്പോൾ എന്തായാലും ടോയ് ട്രെയിൻ കയറിയേക്കാം. കണ്ടോ, കോട വന്നും കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ഇത്ര ദൂരം നടന്നിട്ടും ഈ കമ്പീൻ്റെ അപ്പുറം സ്ഥലം കണ്ടിട്ടേ ഇല്ല. അങ്ങനെ കോട കിടക്കരുന്ന്. ഇവിടുന്ന് ദൂരത്തൊക്കെ നല്ല മറ്റേ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. അത്യാവശ്യം വലുതാണ്, പക്ഷേങ്കിൽ ദൂരത്തായതുകൊണ്ട് നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ മൊബൈലിൽ ഒട്ടും കിട്ടില്ല. ചില കാര്യങ്ങളുണ്ടല്ലോ,
എന്താ പറയുക, രാവിലെ തന്നെ നമ്മൾ ഹാപ്പി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊത്തം ദിവസം അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എന്തായാലും ഹാപ്പിയാണ്. അപ്പോൾ നമുക്കിനി അമാൻ ലോഡ്ജ് പോകാം. ഇനി നമ്മൾ നടന്ന് അമാൻ ലോഡ്ജ് എത്തി. ഇന്നലെ ഞാൻ കുറേ സമയം എടുത്തിട്ട് കേട്ടോ അമാൻ ലോഡ്ജിൽ നിന്ന് നമ്മുടെ മാത്തേരം വരും പോണ്ട നമ്മുടെ ഹോം സ്റ്റാൻഡ് അങ്ങോട്ട് എത്തിയത്. പക്ഷേ ഇത് ഞാൻ വെറും 15 മിനിറ്റ് കൊണ്ട് നടന്നെത്തി. ചിലപ്പോൾ ലഗേജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. വെൽക്കം ടു മാത്തേരം എന്നെഴുതിയ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. ടൈമിങ്ങൊക്കെ എന്തൊക്കെയോ വ്യത്യാസമുണ്ട് തോന്നുന്നു. നോക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് എടുത്തു. ഞാൻ സെക്കൻഡ് ക്ലാസ് എടുക്കാൻ കേട്ടോ വിചാരിച്ചത്. എനിക്ക് അതിൻ്റെ ഒന്നാമത്തെ നമ്പർ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വേറൊരു കൂട്ടർ ഇടയിൽ കയറി എടുത്തുകൊണ്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ് ആക്കി. ബാക്കി ട്രെയിൻ വിശേഷങ്ങൾ പറയാം. ഇവിടെയാണ് നമ്മുടെ ട്രെയിൻ വരിക. സത്യം പറയാലോ, ഈ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും ഒരു വൃത്തിയില്ല കേട്ടോ. നമുക്ക് ഇരിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ശനി ഞായറും ഭയങ്കര തിരക്കാവുന്നു. ഇന്നലെ ഞാൻ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഏകദേശം ഈ സമയത്താണ് ഞാൻ നടക്കാൻ തുടങ്ങിയത്. ഒരു മനുഷ്യ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് കണ്ടില്ലേ ഭയങ്കര തിരക്ക്. ഇങ്ങനെ നമ്മൾ ടോയ് ട്രെയിനിൽ കയറി. ടോയ് ട്രെയിനിൽ കയറാത്ത ഒരുവിധം മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് അടുത്താണല്ലോ ഊട്ടി. അപ്പോൾ എല്ലാവരും ഊട്ടി പോയിട്ടുണ്ടാവണം. പക്ഷേ ഞാനിതുവരെ ഊട്ടി പോയിട്ടില്ല. ഊട്ടി കൊടൈക്കനാൽ എന്ന് സാധാരണ ജനങ്ങൾ പോണ ഒരു സ്ഥലത്തും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിലത്തെ ആദ്യത്തെ ടോയ് ട്രെയിൻ യാത്രയായിരുന്നു കേട്ടോ അത്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. 8:45 അമാൻ ലോഡ്ജിൽ നിന്ന് നമ്മൾ യാത്ര തിരിച്ചത്. 9:06 ആയപ്പോഴേക്കും നമ്മളങ്ങനെ മൊത്തം കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് അങ്ങനെ 9:06 ആകുമ്പോഴേക്കും നമ്മൾ മാത്തേരൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഈ ടോയ് ട്രെയിനിലൊക്കെ കയറുകയാണെന്ന് വെച്ചാൽ നമുക്ക് വിൻഡോ സീറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ആ ഹരിതാപിയും പച്ചപ്പും ഒക്കെ ആസ്വദിക്കാൻ പറ്റൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ മാത്തേരൻ പോസ്റ്റ് ഓഫീസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇന്നലെ പോയപ്പോൾ അവർ പറഞ്ഞു കാർഡൊക്കെ തീർന്നു എന്ന്. അപ്പോൾ ഇന്ന് സാറ്റർഡേയും കൂടെയാണ്, അപ്പോൾ തിരക്കായിരിക്കും. 10 മണിയാകുമ്പോഴേക്കും തന്നെ ചെന്നാൽ കാർഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കാം.
അങ്ങനെ 10 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ 9:45 ഞാൻ എത്തി. കാരണം എനിക്ക് ആ കത്ത് പോസ്റ്റ് ചെയ്തേ പറ്റൂ. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ പിന്നെ അതൊരു ഹിൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചു. ചെന്നൈയിൽ നിന്നും സഞ്ചാരി എന്ന് പറഞ്ഞ ടീമിൻ്റെ കൂടെ ഏലഗിരി ട്രിപ്പ് പോയപ്പോൾ ഇതേപോലെ പോസ്റ്റ് ചെയ്തിരുന്നൊരു ലെറ്റർ. പക്ഷേ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. കിട്ടിക്കഴിഞ്ഞിട്ട് പറയാം കേട്ടോ ഇതിലെന്താ ഞാൻ എഴുതിയിരിക്കണതെന്ന്. നമ്മൾ ഇത്രയും ഇങ്ങനെ ഈ റെഡ് കളറ് കല്ല് പാകിയൻ്റെ മുകളിൽ കൂടെയല്ലേ നടന്നു വന്നത്. ഇനി അങ്ങോട്ട് ലൂസിയ പോയിൻറ്റിക്ക് 2.7 കിലോമീറ്റർ. അതത്രയും ദൂരം ഇങ്ങനെയാണ് പോകേണ്ടത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഈ വഴി കൂടെ. ആരെങ്കിലുമൊക്കെ വരുമെന്ന് വിചാരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇന്നലെ അതേമാതിരി ഒറ്റയ്ക്ക് നടന്നു. പക്ഷേ ഇന്നലെ കുറേ ആൾക്കാർ നമ്മുടെ മുന്നിലും പിന്നിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിരുന്നു. അതേമാതിരി ആരെങ്കിലുമൊക്കെ വരും എന്ന് വിചാരിച്ച് ദൈവത്തിന് മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് നടക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഇറക്കാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്താൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. ഇതിൽ എക്കോ പോയിൻ്റ്, കിങ് എഡ്വേർഡ് പോയിൻ്റ്, കിങ് ജോർജ് പോയിൻ്റ്, ചാർലറ്റ് ലേക്ക്, ലോർഡ് പോയിൻ്റ്, ശ്രീ വിസർനാഥ് ടെമ്പിൾ, ഇതൊക്കെ നമ്മൾ ഇന്നലെ പോയിട്ടോ. അപ്പോൾ എനിക്കിന്ന് പോകാനുള്ളത് ലൂസിയ പോയിൻ്റ്. ഇങ്ങോട്ട് പോകുന്ന വഴി ഇറക്കം ഇന്നലത്തെ മാതിരി ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. നോക്കി നോക്കി ഇറങ്ങണം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഒരു കാര്യം എന്താണെന്നറിയോ, ഇത് കണ്ടോ റോഡിൻ്റെ അവസ്ഥ. ഇനി തുടർന്ന് കുറേ ദൂരം ഇതാ ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനാവും. എന്തായാലും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളാണല്ലോ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ ചെയ്ത ഒരു ചെറിയ അബദ്ധം എന്താണെന്നറിയോ, എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറേ ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് പോയത്. കുറച്ച് പാട്ടൊക്കെ സേവ് ചെയ്തിട്ട് നമ്മൾ പാട്ടൊക്കെ കേട്ട് നടക്കുകയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു വൈബ് കിട്ടിയേന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ കുറേ മലയാളീസാണ്, അവർ ഉറക്കുറക്കെ പാട്ട് വെച്ചിട്ടാണ് പോണത്. അപ്പോൾ തൽക്കാലം ആ വൈബ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. നടന്നേ ഒരു പരിവായി. ഒരു 15-20 മിനിറ്റായിട്ട് ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ എക്കോ പോയിൻറ്റിൻ്റെ അടുത്തുനിന്ന് ആൾക്കാർ ഭയങ്കരമായിട്ട് ഒച്ചിടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എക്കോ വരുന്നു പറഞ്ഞിട്ടേ ഒന്നുമില്ല, ചുമ്മാതാ. ഞാൻ നല്ലത് പോയതല്ലേ. ഇത്രയും ദൂരം അങ്ങോട്ട് പോയാൽ അപ്പം അറിയാം ബാക്കി. നമ്മൾ വന്നത് ഇങ്ങനെയാണ്. നടക്കണതല്ല സത്യം പറഞ്ഞ പ്രശ്നം. എനിക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലിപ്പറി റോഡുകളാണ്. അതും ഒരു പ്രത്യേക ടൈപ്പ് സ്ലിപ്പറിയാണ്. അതെനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ആരും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞാൽ ഈ കേൾക്കണ സൗണ്ട് മുഴുവനും അപ്പുറത്ത് വെള്ളം വീഴണ സൗണ്ടുകളുണ്ടല്ലോ, പക്ഷികളുടെ കളകളാരവും, കളകളാരവും, പിന്നെന്താണ് വെള്ളച്ചാട്ടം, പിന്നെ ചീവീടിൻ്റെ ഒച്ച, അതിൻ്റെ ഇടയിൽ എൻ്റെ ഈ വൃത്തികെട്ട സൗണ്ട്, ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഏരിയയിൽ. അമ്മേ, അപ്പം എന്നാൽ ശരി. മാത്തേരം വന്നിട്ട് ഞാൻ ഒരു 6-7 വ്യൂ പോയിൻറ്റിൽ പോയിട്ടോ. പക്ഷേ ഇവിടെ കുറച്ചേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. കാരണം ആസ് യൂഷ്വൽ എൻ്റെ അടുത്തുനിന്ന് വീഡിയോസൊക്കെ പോയി. ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരം കാണിച്ചാൽ പോകും. അതുകൊണ്ട് ഉള്ള വീഡിയോ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വ്ളോഗ് ഇടുന്നത്. ലൂസിയ പോയിൻറ്റിക്ക് പോണ വഴിക്കിൽ കുഞ്ഞേ പോയിൻറ്റുകളുണ്ടെന്ന് അവിടെ എഴുതി വെച്ചു. അത് ഞാനത്ര ശ്രദ്ധിച്ചില്ല, പേര് ഞാൻ വായിച്ചില്ല. അതിലത്തെ ഒരു പോയിൻ്റാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് രസമല്ലേ കാണാൻ, കണ്ടോ?
ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ലൂസിയ പോയിന്റ് പോകണം. കുതിരപ്പുറത്ത് വന്നൊരു മുഴുവനെയും കുതിരേനോടെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ സംഭവം കാണാൻ വേണ്ടി പോവാണ്. അധികം റീൽസിലൊക്കെ ഉള്ളത് ഇവിടെ ഒരു പനോരമ പോയിന്റ്, ലൂസിയ പോയിന്റ്, എക്കോ പോയിന്റ് ഒക്കെയാണ്. അതിലത്തെ ലൂസിയ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. എനിക്ക് നടന്നിറന്ന് ശ്വാസം കിട്ടാത്തതുകൊണ്ടാണ് എൻ്റെ മോഡുലേഷൻ വളരെ വൃത്തികെട്ട രീതിയിലാവണത്. അത് കാര്യക്കണ്ട. ഇതാണ് ലൂസിയ പോയിന്റ്. ഇവിടെയൊക്കെ അങ്ങനെ അതിർത്തികൾ കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ നടന്നു പോയാൽ കാണാൻ കണ്ട അവിടെ ആൾക്കാരൊക്കെ ഇരിക്കണത്. ഇല്ല, അതുവരെ പോകാൻ വയ്യ, എന്നാലും പോയി നോക്കാം. ഇതാ നമ്മൾ ഇന്നലെ കണ്ട ആ വെള്ളച്ചാട്ടമൊക്കെ അവിടെ കാണാണ്ട്. ഇതൊക്കെയാണ് ഈ ലൂസിയ പോയിന്റിൽ വന്നാൽ ഒരുവിധം ബാക്കി എല്ലാ പോയിന്റും കാണാമെന്ന്. പോയി നോക്കാം. കാണാണ്ടോ, അത് നമ്മൾ ഇന്നലെ നിന്നിരുന്ന പോയിന്റുകളാണ്. ലോഡ് പോയിന്റ്, എക്കോ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ നല്ലൊരു ഇന്നലത്തെ വെള്ളച്ചാട്ടം നല്ല ഭംഗിയിൽ കാണിച്ചു. ലൂസിയ പോയിൻ്റിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഞാൻ ഇത് അതേമാതിരി ഒരു പേരയ്ക്ക മേടിച്ചു കേട്ടോ. ഒരു പേരയ്ക്കയ്ക്ക് 30 രൂപ. അവിടെ പൊതുവെ എല്ലാറ്റിനും വില അധികമാണ്. പക്ഷേ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ടേ നമുക്ക് എന്താ പറയുക, അവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. ഈ കുന്നും മലയൊക്കെ താണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ അവർ കൊടുന്നേക്കണം എന്നുണ്ടെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നിറച്ച് വാനരന്മാരാണ്. അങ്ങനെ വരുന്ന വഴിക്ക് കണ്ടതാ ഒരു അച്ഛനും അമ്മയും കൊച്ചും കൂടെ ഇരുന്നിട്ട് കളിക്കുന്നു, പിന്നെ പേൻ നോക്കി കൊടുക്കുന്നു. അത് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. വഴിയിൽ നിറച്ചുണ്ട്. അതും വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ നമ്മുടെ ഫുഡ്, ബാഗ്, പേഴ്സൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ മാത്തേരനിൽ രണ്ടാമത്തെ ദിവസത്തെ കറക്കം കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തി. ഏത് കൂടൊക്കെയോ പോയി, ഏത് കൂടൊക്കെയോ ചില വ്യൂ പോയിന്റിൻ്റെ പേര് മറന്നും പോകും. കാരണം എന്താ വെച്ചാൽ അങ്ങോട്ടും തലങ്ങും വലങ്ങൊക്കെ കുറേ വ്യൂ പോയിന്റ് ആയ കാരണം. അപ്പം അങ്ങനെ നമ്മുടെ മാത്തേരൻ ട്രിപ്പ് കഴിയാറായി. നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. ഇത് കണ്ടോ, 2 ദിവസം നടന്നത് കൊണ്ട് കിട്ടിയ ഒരു സമ്മാനമാണ് കേട്ടോ. നമ്മുടെ ഹോം സ്റ്റേയിലത്തെ ലേഡി തന്ന വടിയാണ്. എന്തിനാണെന്നറിയോ കാണിച്ചത്? ഈ കുരങ്ങച്ചന്മാരെ ഓടിക്കാൻ വേണ്ടി തന്ന വടിയാണിത്. ഒരു കുട്ടി കുരങ്ങനും അതിൻ്റെ അമ്മയാ തോന്നുന്നു. നമ്മൾ 2 ദിവസത്തെ മാത്തേരൻ മാസത്തിന് ശേഷം തിരിച്ച് ചെന്നൈക്ക് പോവാണ്. ഒരിക്കലും മറക്കാത്ത ഒരു സോളോ ട്രിപ്പായിരുന്നു. അടുത്ത ഒരു സോളോ ട്രിപ്പ് പോകാനുള്ള പ്രചോദനവും ഈ മാത്തേരൻ തന്നെയാണ്. കാരണം ഇവിടുന്ന് കിട്ടിയ ആ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു വൈബ്, ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം തന്നത് മാത്തേരനാണ്. അതുകൊണ്ട് തന്നെ മാത്തേരനോട് വിട പറഞ്ഞിറങ്ങുമ്പോൾ ഞാൻ കുറച്ചധികം ഇമോഷണലായിട്ടോ. ഞാൻ തിരിച്ചു പോരുമ്പോഴേ മാത്തേരനിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന യാത്രക്കാരെ കാത്തു കിടക്കുന്ന കുറേ കുതിരകളും ടാക്സികളും അവിടെ നിരന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ കട്ടയ്ക്ക് നിന്ന് ഞാൻ ഇനിയും ധൈര്യത്തോടു കൂടി സോളോ ട്രിപ്പ് പോവും, വീഡിയോസ് ഇടാം. ഓക്കെ, താങ്ക് യു.